സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. ഇന്ന് നമ്മുടെ നാലാമത്തെ ക്ലാസ്സാണ്. കായികക്ഷമതയെക്കുറിച്ചാണ് ഇന്ന് കവർ ചെയ്യുന്നത്. കായികക്ഷമത എത്ര തരവും അതിൻ്റെ കമ്പോണൻസും. കായികക്ഷമത, ഫിസിക്കൽ ഫിറ്റ്നസ്. ഈ സ്ലൈഡിൽ കാണാം പ്ലേറ്റോയുടെ ഒരു സെയിങ്, ആക്ടിവിറ്റിയുടെ കുറവ് ശരീരത്തിൻ്റെ നല്ല അവസ്ഥയെ നഷ്ടപ്പെടുത്തും. അതായത് നമുക്ക് നല്ല ശരീരവും നല്ല കൈയും കാലും ഓരോ ബോഡി പാർട്സ് വന്നിട്ട് ഇതൊന്നും യൂസ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഡിസ്ട്രോയ്സ് ദ ഗുഡ് കണ്ടീഷൻ ഓഫ് എവറി ഹ്യൂമൻ ബീങ് വൈൽ മൂവ്മെൻറ്റ് ആൻഡ് മെത്തോഡിക്കൽ ഫിസിക്കൽ എക്സസൈസ് സേവ് ഇറ്റ് ആൻഡ് പ്രിസർവ് ഇറ്റ്. ചലനങ്ങളും വളരെ മെത്തോഡിക്കലായ കായിക പ്രവർത്തികൾ എക്സസൈസും ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പ്രിസർവ് ചെയ്യാം. ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മുടെ ക്രിയേറ്റിവിറ്റിനെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പുറത്ത് കാണുന്ന കോഴ്സ്. ഓക്കെ, മേക്ക് ഫിറ്റ്നസ് യുവർ ഫേവറേറ്റ് ഹാബിറ്റ്. എക്സസൈസ് ചെയ്യുന്ന പ്രവൃത്തി, ഫിറ്റ്നസ് ആക്ടിവിറ്റി നമ്മുടെ ഒരു ഹാബിറ്റാക്കി മാറ്റുക. ഇവിടെ ഈ ഡെഫിനിഷൻ നിർബന്ധമായി പഠിക്കേണ്ടതാണ്. ഇറ്റ്സ് എബിലിറ്റി ടു ക്യാരി ഔട്ട് ഡെയിലി ടാസ്ക് with vigor and alertness, without undue fatigue and with ample energy to enjoy leisure time pursuits and to meet unforeseen emergency. ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഈ ഡെഫിനേഷൻ പറയുന്നത് എന്താ? ദൈനംദിന കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ്, ഒപ്പം അത് ക്ഷീണിച്ച് തളർച്ചയോടുകൂടി ചെയ്യരുത്. ക്ഷീണമില്ലാണ്ട് വലിയ തളർച്ചയില്ലാണ്ട് ചെയ്യാൻ പറ്റും. വിത്ത് വിഗർ ആൻഡ് അലേർട്ട്നെസ്, നല്ല ആക്റ്റീവായിട്ട് വിത്ത് നല്ല ഉഷാറോടുകൂടി ജീവിതത്തിലെ ദൈനംദിന പ്രവർത്തികൾ ചെയ്യും. വിത്തൗട്ട് അൺഡ്യൂ ഫാറ്റിഗ്, ഭയങ്കര തളർച്ച ഉണ്ടാവരുത്. നമ്മൾ വീട്ടിൽ കുറച്ച് പണിയെടുത്തു അപ്പോഴേക്കും തളർന്ന അയ്യോ എന്ന് പറഞ്ഞ് ഒടിഞ്ഞെടുക്കരുത്. ജീവിതത്തിലെ ദൈനംദിന പ്രവർത്തികൾ ചെയ്യുവാൻ ക്ഷീണമില്ലാതെ ചെയ്യുകയും അത് നല്ല ആക്റ്റീവായിട്ട് അലേർട്ടായിട്ട് ചെയ്യുകയും അതിനുശേഷം ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാൽ അത് എൻജോയ് ചെയ്യുക. ഉദാഹരണത്തിന് ഫ്രീ ടൈം കുറച്ച് നേരം ഷട്ടിൽ കളിച്ചു, അല്ലെങ്കിൽ ക്യാരംസ് കളിച്ചു, അല്ലെങ്കിൽ കുറച്ച് നേരം ക്രിക്കറ്റ് കളിച്ചു. ആൻഡ് ടു മീറ്റ് അൺഫോർസീൻ എമർജൻസി. എന്താണ് അൺഫോർസീൻ എമർജൻസി? ഇപ്പോൾ എക്സാമ്പിൾ, വീട്ടിൽ കറണ്ട് പോയി, 3 ദിവസമായി മഴ പെയ്ത് കാറ്റ് വീശി കറണ്ട് പോയി, അപ്പോൾ വെള്ളം കോരേണ്ടി വരും. അപ്പോൾ അമ്മ പറയുക അല്ലെങ്കിൽ അച്ഛൻ പറയുക ഇച്ചിരി വെള്ളം കോര്. നിങ്ങളുടെ പാരൻസ് പറയുകയാണ്, ഉപ്പ അല്ലെങ്കിൽ പപ്പയെ ഉമ്മയോ മമ്മിയോ പറയാണ് വെള്ളം കോരിയ തായോ. അപ്പോൾ ഒരു 20 ബക്കറ്റ് വെള്ളം കോരി. അപ്പോൾ അതൊരു അൺഫോർസീൻ എമർജൻസിയാണ്. അപ്പോൾ ജീവിതത്തിലെ ദൈനംദിന കാര്യങ്ങൾ നല്ല ആക്റ്റീവായിട്ട് അലേർട്ടായിട്ട് ചെയ്യുക, ക്ഷീണമുണ്ടാവരുത്, ഒപ്പം ഫ്രീ ടൈം എൻജോയ് ചെയ്യാൻ പറ്റണം. പിന്നെ അൺഫോർസീൻ എമർജൻസി മീറ്റ് ചെയ്യാനും കൂടി ഉള്ള ആരോഗ്യം ഉണ്ടാവുക. അതാണ് കായികക്ഷമത. പോലീസ് ടെസ്റ്റിനോ ആർമി ടെസ്റ്റിനോ പല ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിലൊക്കെ ജോലിക്ക് റിട്ടേൺ ടെസ്റ്റ് പാസ്സായിട്ട് കായികക്ഷമത ടെസ്റ്റ് ചെയ്യും. അത് പാസ്സായാലാണ് ജോലിക്ക് എടുക്കുള്ളൂ. കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിലൊക്കെ കല്യാണം കഴിഞ്ഞ സ്ത്രീകളടക്കം ഒരുപാട് ആൾക്കാർ ഫിറ്റ്നസ് പ്രാക്ടീസ് ചെയ്യാൻ വരുന്നുണ്ട്. അവർ ഈ പല PSC റാങ്ക് ലിസ്റ്റിലുണ്ട്. ഇനി അടുത്ത ലെവൽ ക്രോസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കായികക്ഷമത ടെസ്റ്റ് പാസ്സാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പല ഏജൻസികളും ഇപ്പോൾ ഇങ്ങനത്തെ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. ഇത് 3 തരം കായികക്ഷമതയാണ്. ഹെൽത്ത് റിലേറ്റഡ്, ആരോഗ്യ സംബന്ധ HRPF, ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. പെർഫോമൻസ് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്, അല്ലെങ്കിൽ സ്കിൽ റിലേറ്റഡ്, കളിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ കളിയിൽ ഫുട്ബോൾ കളിക്കാർ ബെറ്ററായിട്ട് കളിക്കാൻ, അല്ലെങ്കിൽ ക്രിക്കറ്റ് പ്ലേയേഴ്സ് മാച്ചിൽ കൂടുതൽ ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അത്ലറ്റിക്സ് ചെയ്യുന്നവർ അതിൽ ബെറ്റർ ടൈമിൽ ഓടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബെറ്റർ ക്വാളിറ്റിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സസൈസും കായികക്ഷമത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതാണ് പെർഫോമൻസ് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്, അല്ലെങ്കിൽ സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. 3ാമത്തത് കോസ്മെറ്റിക് ഫിറ്റ്നസ്, വർധന വികാരത്തിന്. അതായത് ഞാൻ കൊള്ളാം, നല്ല ഭംഗിയുണ്ട്, നല്ല ബോഡി ഷേപ്പാണല്ലോ, കാണാൻ നല്ല കുട്ടിയാണല്ലോ എന്നൊക്കെ നമ്മളെക്കൊണ്ട് മറ്റുള്ളവർക്ക് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ഫീൽ ഗുഡ്, നമുക്കും ഒരു ആത്മവിശ്വാസം തോന്നാൻ വേണ്ടി, ഫീൽ ഗുഡ്, സ്വയം ഒരു ആത്മവിശ്വാസവും, ഞാൻ കാണാൻ നല്ല ഭംഗിയായി, എൻ്റെ കയ്യിലെ മസിലൊക്കെ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്, ബനിയനൊക്കെ ഇടുമ്പോൾ അത് തള്ളി നിൽക്കും. അപ്പോൾ സ്വയം സൗന്ദര്യത്തിൻ്റെ കാഴ്ചപ്പാട് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് കായികക്ഷമത പ്രവർത്തി, കോസ്മെറ്റിക് ഫിറ്റ്നസ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ്. സ്കിൽ റിലേറ്റഡ് സ്പെസിഫിക്കാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സ്പീഡ്, 100 മീറ്റർ ഓടുന്ന കുട്ടി സ്പീഡ് ഡെവലപ്പ് ചെയ്യണം. ഫുട്ബോൾ കളിക്കുന്ന ഒരു കുട്ടി 90 മിനിറ്റ് നല്ല ആരോഗ്യത്തോടു കൂടി കളിക്കാൻ വേണ്ടി കായികക്ഷമതാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. അല്ലെങ്കിൽ ക്രിക്കറ്റിൽ ഇപ്പോൾ ഫീൽഡിങ് പ്രാക്ടീസ് ചെയ്യണം,
അല്ലെങ്കിൽ അത്ലറ്റിക്സിൽ 100 മീറ്റർ 50 മീറ്റർ സ്പീഡ് ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ ഓരോ ഘടകങ്ങൾ എടുത്ത് വർക്ക് ചെയ്യുക. സ്പെസിഫിക്കാണ് അത്. Many activities that help in become physical fit involve one or more part of skill-related fitness. Certain combination motor performance പിന്നെ component the goal of each activity. The strength and speed needed by a sprinter are different from the strength needed for a footballer. അപ്പോൾ ഇതിൽ തന്നെ പല ടൈപ്പാണ് സ്കിൽ റിലേറ്റഡ്. ഫുട്ബോളിലെ ആളുടെ സ്പീഡ് വേറെ രീതിയിലാണെങ്കിൽ ഓടുന്ന ആൾക്ക് വേറെ സ്പീഡാണ് വേണ്ടത്. ഹാമർ ത്രോ എറിയുന്ന ആൾക്ക് സ്പീഡ് വേണം, വട്ടം കറങ്ങിയിട്ട് എറിയുക, അതിനും സ്പീഡ് വേറെയാണ്. അപ്പോൾ ഒരു ക്രിക്കറ്റിൽ ബോൾ ചെയ്യണമെങ്കിൽ കൈയുടെ ബലത്തിനനുസരിച്ചിട്ട് സ്പീഡിൽ ബോൾ ചെയ്യുക. അപ്പോൾ ഓരോന്നിനും സ്പീഡ് ഡിഫറെൻ്റാണ്. അപ്പോൾ സ്കിൽ റിലേറ്റഡ് അതുമായി ബന്ധപ്പെട്ട് കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ഹെൽത്ത് റിലേറ്റഡ് ആരോഗ്യ സംബന്ധമായി നാഷണൽ പബ്ലിക് ഹെൽത്ത് വെച്ചിട്ടുണ്ട്. നല്ല ആരോഗ്യമുണ്ട്, അസുഖങ്ങളൊക്കെ മാറിപ്പോവുക. റെമഡിയേഷൻ ഓഫ് ഡിസീസ് ആൻഡ് ഇൽനസ് ബോത്ത് ഫിസിക്കലി ആൻഡ് മെൻ്റൽ. ഇറ്റ് അപ്ലൈസ് ടു എവരി വൺ ഓഫ് ഇത് ജനറൽ കൺസെപ്റ്റാണ്, മറ്റേ സ്പെസിഫിക് ആണ്. അപ്പോൾ ജോഗ് ചെയ്യുക, കുറച്ച് നേരം ഓടുക, വാക്കിംഗ്, ലൈഫിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി. പിന്നെ അപ്പോൾ ഇതിൽ നമ്മൾ ജനറലായ എക്സസൈസുകളാണ് വാക്കിംഗ്, റണ്ണിങ്, ജോഗിങ്, ജിമ്മിൽ വെയ്റ്റ് ട്രെയിനിങ്, ഗ്രൗണ്ടിൽ നടക്കുക, റോട്ടിൽ നടക്കുക, അതൊക്കെ. മൂന്നാമത്തേത് കോസ്മെറ്റിക് ഫിറ്റ്നസ്. അപ്പോൾ അത് ലുക്കിംഗ് ഫിറ്റ് ഈസ് ദ ഔട്ട് ലുക്കിംഗ് സ്ട്രോങ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ ലുക്കിംഗ് ഫിറ്റ്. അപ്പോൾ അത് ആ രീതിയിലാണ് നമ്മൾ ഫീൽ ഗുഡ്. ഇതിൽ പല കോസ്മെറ്റിക് പ്രോഡക്ട്സൊക്കെ നമ്മൾ മേടിക്കുക. ഇപ്പോൾ ടി വിയിൽ പരസ്യം കാണുന്ന ചില സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് എക്സസൈസ് ചെയ്യുക, എന്നിട്ട് സൗന്ദര്യം വർദ്ധിക്കാൻ നോക്കുക. ഇത് മീഡിയ ഭയങ്കരമായിട്ട് നമ്മളെ സ്വാധീനിക്കുന്നതാണ് കോസ്മെറ്റിക് ഫിറ്റ്നസ് മേഖല. ഇപ്പോൾ രാംദേവിൻ്റെ പല പ്രൊഡക്ട്സ്, ബാബ രാംദേവിടെ, അവരൊക്കെ പ്രൊഡക്ട്സ് പലതും ഫിറ്റ്നസ് ബേസ് ചെയ്തിട്ട് നമ്മളെ അട്രാക്റ്റ് ചെയ്തിട്ട് നമ്മളത് സാധനങ്ങൾ മേടിക്കുന്നു. ബോഡി ഷേപ്പ് വർദ്ധിക്കുക, മുഖം ഭംഗിയാവാൻ വേണ്ടിയിട്ട്. ഈ ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ വയറ് കുറയും, സോണ ബെൽറ്റ്. ഈ സാധനം ഉടുപ്പിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വയറ് തള്ളിക്കില്ല, ഉള്ളിലേക്ക് ഒതുങ്ങിയേക്കും. അപ്പോൾ ആ ഉടുപ്പ് മേടിക്കുക, ഉള്ളിലിടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പല സാധനങ്ങൾ കോസ്മെറ്റിക് ഫിറ്റ്നസ്, സൗന്ദര്യം, സ്കിൽ റിലേറ്റഡ് ആണ്. മെസ്സിയാണ് ഈ പ്രാക്ടീസ് ചെയ്യണത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വടിയുടെ ഇടയ്ക്കിടെ ബോൾ ട്രിബിൾ ചെയ്യുക. നമ്മുടെ പിള്ളേരാണ്, നമ്മുടെ ഇവിടെ പഠിച്ച മുർഷിദ് ആണ്. നമ്മൾ സ്പീഡും ഫിറ്റ്നസ്സും ഡെവലപ്പ് ചെയ്യാണ്ട് ബീച്ചിൽ നമ്മുടെ പിള്ളേർ തന്നെ വർക്കൗട്ട് ചെയ്യാനാണ് കാണുന്നത്. അർണോൾഡ് ഷ്വാർസ്നെഗർ വെയ്റ്റ് ട്രെയിനിങ് ചെയ്യണത് അദ്ദേഹത്തിൻ്റെ ബോഡി ബിൽഡറാണ്. കാലിഫോർണിയയിലെ ചാൻസലറായിരുന്നു, ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഡയറക്ടറായിരുന്നു. അപ്പോൾ ഇതാണ് അർണോൾഡ് ഷ്വാർസ്നെഗർ, വാവ് വിളിച്ചേക്കുന്നത്. അയാൾ മിസ്റ്റർ യൂണിവേഴ്സ് ആയിരുന്നു 4 പ്രാവശ്യം. ഇത് കോഹ്ലി ഇന്ത്യൻ ക്യാപ്റ്റൻസി വെയ്റ്റ് ട്രെയിനിങ് സ്പെസിഫിക് സ്കിൽ റിലേറ്റഡ് അല്ലെങ്കിൽ പെർഫോമൻസ് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. കോഹ്ലി വർക്കൗട്ട് ചെയ്യണത്, ഇത് റൊണാൾഡോ വർക്കൗട്ട് ചെയ്യുന്നതാണ്. സോ ഇറ്റ്സ് ഫോർ സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഇനി ഹെൽത്ത് റിലേറ്റഡ് ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, അസുഖങ്ങൾ മാറാൻ വേണ്ടി, കൺട്രോൾ ബോഡി വെയ്റ്റ്, ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടി, നല്ല ബോണും മസിലും ജോയിൻറ്റിനും വേണ്ടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹാർട്ടും ലങ്സും നല്ല കണ്ടീഷൻ ആവാൻ വേണ്ടി, ഓവറോൾ സ്ട്രെങ്ത് എൻഡ്യൂറൻസ് ഡെവലപ്പ്, ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനായിട്ട്, ഇംപ്രൂവ് സ്ലീപ്പ്, നല്ല ഉറക്കത്തിന് വേണ്ടിയിട്ട്, പല അസുഖങ്ങളിൽ നിന്നും പ്രതിരോധ ശക്തി വർദ്ധിക്കാൻ, ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ ഒക്കെ ആയിട്ടാണ് നമ്മളിത് ചെയ്യുക. കണ്ട എക്സസൈസ് ടു ഹാവ് ഫൺ ആൻഡ് ബി ഹെൽത്തി. സന്തോഷം കിട്ടണം ഇന്ന്. കണ്ട സീ ദേ ആർ സ്മൈലിങ്. ഈ പടത്തിലൊക്കെ ഒരു അമ്മമ്മ ഡമ്പൽ എടുക്കുകയാണ്. വയസ്സാകാലത്ത് അമ്മമ്മ മത്സരിക്കാൻ പോകാനല്ല ഡമ്പൽ എടുക്കുന്നത്. സീ ദേ ആർ ഓൾ ഹാപ്പി. അപ്പോൾ നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എക്സസൈസ് ഇൻവോൾവ് ആവുക, അതാണ് ഹെൽത്ത് റിലേറ്റഡ്. ഇനി കോസ്മെറ്റിക് ഇൻസ്പയർസ് ഹെൽത്തി ഫിസിക്കൽ ആക്ടിവിറ്റി, പോസിറ്റീവ് മോട്ടിവേറ്റർ ഇൻ സൊസൈറ്റി, കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യും, സെൽഫ് ഇമേജ് ഡെവലപ്പ് ചെയ്യും, ഫീൽ ഗുഡ് എന്നുള്ള വികാരം വരും. കണ്ടോ, ഒരു ബെൽറ്റ് വയറിലിട്ടിട്ട് തടി കുറയാനായിട്ട് ഒരു സാധനം. അപ്പോൾ അതാണ് കോസ്മെറ്റിക് ഫിറ്റ്നസ്. ഇനി ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ ഇവിടെ ഡെഫിനേഷൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. WHO ഒരു ചെറിയ ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്. ഹാസ് ഡിഫൈൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ഈസ് ദ എബിലിറ്റി ടു പെർഫോം മസ്കുലർ വർക്ക് സാറ്റിസ്ഫാക്ടറിലി. ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ കമ്പോണൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ കമ്പോണൻസ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് മറ്റേ ടൈപ്പായിരുന്നു. ഹെൽത്ത് റിലേറ്റഡ്, സ്കിൽ റിലേറ്റഡ്, കോസ്മെറ്റിക് ഫിറ്റ്നസ്. ഇത് കമ്പോണൻസ് മാറിപ്പോരുത്. അങ്ങനെ സ്ട്രെങ്ത്ത്,
കരുത്ത്. 2 സ്പീഡ് വേഗത. എൻഡുറൻസ് അല്ലെങ്കിൽ സ്റ്റാമിന എന്നൊക്കെ നമ്മൾ പറയും, ഊർജ്ജം എന്നൊക്കെ പറയാം. ഫ്ലെക്സിബിലിറ്റി മെയ് വഴക്കം, നല്ല കളരിപ്പയറ്റ് ജിംനാസ്റ്റിക്സ് ഒക്കെ ചെയ്യുന്ന പോലെ കൈയും കാലൊക്കെ എങ്ങോട്ട് വേണം തിരിക്കുക. 5 കോർഡിനേറ്റീവ് എബിലിറ്റി, പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് നല്ല സെൻസിൽ നല്ല പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നൊക്കെ ഒരു കഴിവ്. എജിലിറ്റി അത് സ്പീഡിൻ്റെ മറ്റൊരു ടൈപ്പാണ്, അതായത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞറിഞ്ഞോ സ്പീഡിൽ ചെയ്യുക, അതാണ് എജിലിറ്റി. സ്പീഡ് ഡിപ്പെൻഡ്സ് ഓൺ മെനി ഫാക്ടേഴ്സ് ലൈക്ക് റിയാക്ഷൻ ടൈം, ആക്സലേഷൻ, എബിലിറ്റി, മെയിൻ്റെനൻസ്, സ്ട്രെങ്ത്ത്. സ്പീഡ് ക്യാൻ ബി മെഷേർഡ് ബൈ കാൽക്കുലേറ്റ്. 50 മീറ്റർ ഓടിയിട്ടാണ് ഒരാളുടെ സ്പീഡ് അളക്കുക. അതിന് മറ്റൊരു ഡെഫിനേഷൻ വേണമെങ്കിൽ റാപ്പിഡിറ്റി വിത്ത് വിച്ച് എ മൂവ്മെൻറ്റ് ഓർ സീക്വൻസ് ഓഫ് മൂവ്മെൻറ്റ് ക്യാൻ ബി പെർഫോംഡ് ഇൻ ദ ഷോർട്ടസ്റ്റ് പോസിബിൾ ടൈം. ഏറ്റവും കുറഞ്ഞ ടൈമിൽ ചെയ്യുക. റാപ്പിഡിറ്റി വിത്ത് വിച്ച് എ മൂവ്മെൻറ്റ് ഓർ സീക്വൻസ് ഓഫ് മൂവ്മെൻറ്റ് ക്യാൻ ബി പെർഫോംഡ് ഇൻ ദ ഷോർട്ടസ്റ്റ് പോസിബിൾ ടൈം. സ്പീഡ് ഡെവലപ്പ് ചെയ്യുക, വെയിറ്റ് ട്രെയിനിങ് ചെയ്താൽ സ്പീഡ് ഡെവലപ്പ് ചെയ്യും. റിയാക്ഷൻ ടൈം ഡെവലപ്പ് ചെയ്യുക. ഇപ്പോൾ 100 മീറ്റർ സ്റ്റാർട്ട് വെടിവെച്ചു ഓടി, അപ്പോൾ ആ സിഗ്നലിൽ ടക്ക് ഓടി, സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഓടുക. സ്റ്റാർട്ട് 100 മീറ്ററിൻ്റെ സ്റ്റാർട്ട് പ്രാക്ടീസ് ചെയ്യുക. വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക. പ്ലയോമെട്രിക് ജംപ്സ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ പേസ് റണ്ണിങ്, ഇൻസ് ആൻഡ് ഔട്ട്സ്, അങ്ങനെ കുറേ മെത്തേഡുകളുണ്ട് സ്പീഡ് ഡെവലപ്പ് ചെയ്യാൻ. രണ്ടാമത്തെ സ്ട്രെങ്ത്ത്, കരുത്ത്. സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു ഓവർകം ഓർ ആക്ട് അഗെയിൻസ്റ്റ് റെസിസ്റ്റൻസ്. സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ഓഫ് മസിൽസ് ടു ഓവർകം ഓർ ആക്ട് അഗെയിൻസ്റ്റ് റെസിസ്റ്റൻസ്. ഒരു സാധനത്തിന്, ഒരു 50 കിലോ സാധനത്തിന് എടുത്ത് പൊക്കാൻ നോക്കുക. മുഴുവനായിട്ട് പൊന്തിയില്ലെങ്കിലും അത് നമ്മുടെ സ്ട്രെങ്ത്ത് അത്രയാണ്. നമുക്ക് മുഴുവനായിട്ട് പൊന്തിക്കാൻ പറ്റില്ല, പക്ഷേ നമ്മൾ ആക്ട് ചെയ്തു. എബിലിറ്റി ടു ഓവർകം ഓർ ആക്ട്, എല്ലാം ഓവർകം ചെയ്യണമെന്നില്ല, എടുത്ത് പൊന്തിക്കാൻ എല്ലാം പറ്റണമെന്നില്ല. അപ്പോൾ ചിലത് നമ്മൾ നിലത്തേക്കടെ വലിച്ചുകൊണ്ട് ഗ്യാസ് കുറ്റി, നിങ്ങൾക്ക് ചിലവർക്ക് വീട്ടിൽ ഗ്യാസ് കുറ്റി എത്തി അടുക്കളയിൽ എത്തിക്കണം. അപ്പോൾ നമുക്ക് ചിലവർ എടുത്ത് പൊന്തിച്ചുകൊണ്ട് പോകും, അത് അവർ ഓവർകം ചെയ്തു. ചിലവരെന്താ വലിച്ച് നിലത്തേക്കടെ കൊണ്ടുപോകും. അപ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത്ത് അതാണ്. അപ്പോൾ സ്ട്രെങ്ത്ത് 3 തരമുണ്ട്: മാക്സിമം സ്ട്രെങ്ത്ത്, എക്സ്പ്ലോസീവ് സ്ട്രെങ്ത്ത് എൻഡുറൻസ്. മാക്സിമം സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ടു ഓവർകം ഓർ ആക്ട് അഗെയിൻസ്റ്റ് മാക്സിമൽ റെസിസ്റ്റൻസ്. അത് വെയ്റ്റ് ലിഫ്റ്റിംഗ്, പവർ ലിഫ്റ്റിംഗ് ആണ് മാക്സിമം സ്ട്രെങ്ത്തിൻ്റെ. പരമാവധി വെയിറ്റ് എടുത്ത് വെക്കുക. എബിലിറ്റി ടു ഓവർകം ഓർ ആക്ട് അഗെയിൻസ്റ്റ് മാക്സിമൽ റെസിസ്റ്റൻസ്, അതാണ് മാക്സിമം സ്ട്രെങ്ത്ത്. എക്സാമ്പിൾ വെയ്റ്റ് ലിഫ്റ്റിംഗ്, പവർ ലിഫ്റ്റിംഗ്.